ചൂരൽമലയിൽ 4 സോണുകളിലായി 400-ലേറെ വീടുകളാണ് നിർമ്മിക്കുന്നത്. അതിൽ 178 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി. ജാഥ കഴിഞ്ഞാൽ ഉടൻ തന്നെ താക്കോൽ കൈമാറുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. LDFന്റെ വികസന മുന്നേറ്റ യാത്രയുടെ മഞ്ചേരിയിൽ നടന്ന സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ കടന്നു വന്ന വഴികളിലെല്ലാം അത് ഉച്ചയാണോ വൈകുന്നേരമാണോ രാത്രിയാണോ ഒന്നും വ്യത്യാസമില്ലാതെ ജാഥയെ സ്വീകരിക്കുന്നതിന് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും ഒത്തുചേർന്നിട്ടുള്ളത് എന്ന് ഓരോ കേന്ദ്രവും കടന്ന് ഇവിടെ എത്തിയ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ആത്മാർത്ഥമായിട്ട് കേരള രാഷ്ട്രീയം ഇന്നത്തെ പശ്ചാത്തലത്തിൽ അഭിമുഖീകരിക്കുന്ന ഓരോന്നിനെയും കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജാഥയാണിത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഗവൺമെന്റിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായിട്ടെല്ലാം നിരന്തരമായ കള്ള പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന UDFന്റെ മാധ്യമ ശൃംഖലകളുടെ എല്ലാ അപവാദങ്ങളെയും നെഞ്ചൂക്കോടെ നേരിടാൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഓരോ കേന്ദ്രത്തിലെയും ജനസാഗരങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം. നുണ പ്രചരിപ്പിക്കുന്ന മറ്റൊരു ജാഥ ഇതിന്റെ പിന്നിലുണ്ട്. അത് VD സതീശനാണ്. VD സതീശന് നോബൽ സമ്മാനം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നുണ പറയുന്നതിൽ ഏറ്റവും സമർത്ഥനാരാണ് എന്ന് പറഞ്ഞാൽ പരിശോധിച്ചാൽ ആ സമ്മാനം ചിലപ്പോൾ ഈ പറയുന്ന VD സതീശന് കിട്ടിയെന്ന് വരുന്നു. ഇന്നലെ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് 9 നുണയാ പറഞ്ഞു. ഇന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ ആ 9 നുണയും ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ഭൂമി തന്നിട്ടില്ല ഗവൺമെന്റ്. കോൺഗ്രസ്സുകാർ ഭൂമി വാങ്ങി വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ച പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഭൂമി തരുമോ? ഭൂമി സ്പോൺസർമാർക്ക് നൽകില്ല എന്ന് 2024 ഡിസംബർ മാസം 30-ാം തീയതി ചേർന്ന യോഗത്തിൽ ഈ സംബന്ധിച്ച് ആലോചിക്കാൻ ചേർന്ന യോഗത്തിൽ അന്ന് തന്നെ വ്യക്തമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അന്ന് പറഞ്ഞത് സ്പോൺസർമാർക്ക് ഭൂമി നൽകാൻ സാധിക്കില്ല. എന്തുകൊണ്ടാ? ഗവൺമെന്റ് കയ്യിൽ ഭൂമിയൊന്നുമില്ല. ഗവൺമെന്റ് ഭൂമി വിലക്ക് വാങ്ങിയതാണ്. ഭൂമി കൊടുക്കാൻ അതിന്റെ കേസുമായി. ആ കേസും കഴിഞ്ഞു. അതുകൊണ്ടാണ് വന്ന് താമസിച്ചത്. കേസും കഴിഞ്ഞു, ഭൂമിയും വിലക്ക് വാങ്ങി. അതിന്റെ തുടർച്ചയായിട്ട് തറക്കല്ലിട്ടു. ഇപ്പോഴും ഞങ്ങൾ അതിലൂടെ കടന്നു വന്നു. ഞങ്ങൾ ജാഥാംഗങ്ങളൊക്കെ അവിടെ പോയി. ഞങ്ങൾ കണ്ടു എന്തൊരു മനോഹരമായ ടൗൺഷിപ്പാണ്. ലോകത്തിന്നെ വരെ പുനരധിവാസത്തിന് വേണ്ടി ഇതുപോലെ ഒരു ടൗൺഷിപ്പ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പോയപ്പോൾ കണ്ടല്ലോ 450 വീടാണ് ഉണ്ടാക്കുന്നത്. അതിൽ 178 വീടിന്റെ മിക്കവാറും പണി പൂർത്തിയായി. ഈ ജാഥ കഴിഞ്ഞ ദിവസം കഴിയുമ്പോൾ ആ 178 വീട് ഒന്നാമത്തെ സോൺ, 5 സോണാണ്. എല്ലാ സോണിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 178 വീട് ഇപ്പോൾ കൊടുക്കും. വളരെ മനോഹരമായാണ് ചൂരൽമലയിൽ വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ ടൗൺഷിപ്പായി മാറും. 7 സെന്റ് സ്ഥലം, ചുറ്റുമതിൽ, റോഡ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് ലോകത്തിന് മാതൃകയാകുന്ന ടൗൺഷിപ്പായി മാറുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജാഥ കടന്നു വന്ന വഴികളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും ഉണ്ടായത്. അഭൂതപൂർണമായ ജനകീയ മുന്നേറ്റമാണ് ജാഥയിൽ കാണാൻ സാധിച്ചത്. കേരള രാഷ്ട്രീയം ഇന്നത്തെ പശ്ചാത്തലത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നിനെയും കൃത്യമായി അവതരിപ്പിക്കുന്ന കൃത്യമായ ജാഥയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെതിരെയും പാർട്ടിക്കെതിരെയും നിരന്തരം കള്ളപ്രചരണങ്ങൾ UDF നടത്തുന്നുണ്ട്. അതിനെ നെഞ്ചുറപ്പോടെ നേരിടാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊപ്പം ഞങ്ങളുണ്ട് എന്നതാണ് ഈ യാത്രയെ സ്വീകരിക്കുന്ന കേന്ദ്രങ്ങളിൽ കാണുന്ന ജനസാഗരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF ഉത്തരമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് മഞ്ചേരിയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ആയിരക്കണക്കിന് പേർ ഒത്തുചേർന്നു. പാണ്ടിക്കാട് റോഡ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ജാഥയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് സെൻട്രൽ ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ജാഥ ക്യാപ്റ്റനും ജാഥാംഗങ്ങൾക്കും സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ മാസ്റ്റർ, മാനേജർ P സന്തോഷ് കുമാർ MP, ജാഥാംഗങ്ങളായ മാത്യു കുന്നപ്പള്ളി, PP ദിവാകരൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മനയത്ത് ചന്ദ്രൻ, ബാബു ഗോപിനാഥ്, വടക്കോട് മോനച്ചൻ, അഡ്വക്കേറ്റ് AJ ജോസഫ്, കാസിം ഇരിക്കൂർ, അഡ്വക്കേറ്റ് മാത്യു എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് K ഫിറോസ് ബാബു അധ്യക്ഷത വഹിച്ചു.
കൃഷ്ണദാസ് രാജ സ്വാഗതവും എം നിസാർ അലി നന്ദിയും പറഞ്ഞു. LDF മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികളും വിവിധ സംഘടനകളും ഹാരാർപ്പണം നടത്തി. LDF സർക്കാരിന്റെ ജനകീയ പദ്ധതികളായ ലൈഫ്, കുടിവെള്ള വിതരണം, ഗെയിൽ, ഗ്യാസ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, വീട്ടു നമ്പർ ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഗുണഭോക്താക്കൾ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ചു. കലാ, കായിക, വിദ്യാഭ്യാസ രംഗങ്ങളിൽ നേട്ടം കൈവരിച്ച MV ജനാർദ്ദനൻ, ജയറാം മഞ്ചേരി, കലാമണ്ഡലം മനോജ്, പ്രശാന്ത് മങ്ങാട്ട്, മുഹമ്മദ് സഹൽ, അബ്ദുൾ സെയിൽ, ഡോക്ടർ P. ജിജി എന്നിവരെ വേദിയിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.